പുതിയ പുതിയ പ്രോഡക്റ്റുകൾക്ക് അവർക്ക് ആവശ്യമുള്ള അവരാഗ്രഹിക്കുന്ന ഗുണമേന്മയിൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പടിപടിയായിട്ട് ഓരോ ഘട്ടങ്ങളിൽ നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശമാണെങ്കിൽ പോലും വളരെ നല്ല പ്രോഡക്റ്റുകൾ നമ്മൾ ഗുണമേന്മയുള്ള പ്രോഡക്റ്റുകൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മുടെ നാട്ടിലെ ഓരോ സംരംഭങ്ങളും അതോടൊപ്പം തന്നെ അവനവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന അങ്ങനെ തന്നെ ഒരു സംരംഭത്തിലാണ്. നാടിൻ്റെ നന്മയ്ക്കായി നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംരംഭം. വിക്ടറി ഓയിൽ മിൽ എന്നാണ് ആ സംരംഭത്തിൻ്റെ പേര്. ആ സംരംഭത്തിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇതിൻ്റെ പിന്നിലുള്ള ആളുകളെയും പരിചയപ്പെടാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് വളരാവുന്നതാണ്. ഇറ്റ്സ് മീ ജിറ്റു ജെയിൻ. വെൽക്കം ടു എനം. ഈ പുറകിൽ കാണുന്നതാണ് നമ്മുടെ വിക്ടറി ഓയിൽ മിൽസിൻ്റെ ഔട്ട്ലെറ്റ്. ഇത് നമ്മുടെ കൊടുങ്ങൂർ മണിമല റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കുള്ളിലേക്ക് പോയി നോക്കാം. ഇത് നമുക്ക് 2021-22 സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും മികച്ച കോട്ടയം ജില്ലയിലെ മൈക്രോ സംരംഭത്തിനുള്ള അവാർഡ് കിട്ടിയത് നമ്മുടെ വിക്ടറി ഓയിൽ മിൽസിലാണ്. വിക്ടറി ഓയിൽ മിൽസിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അവിടെ നമുക്ക് എണ്ണയാട്ടുന്നതും ബാക്കി പ്രൊഡക്ഷൻ നടക്കുന്നതും നമുക്ക് പോയി നോക്കാം. ഇത് നമ്മുടെ മിക്സിംഗ് മെഷീനാണ്. ഇതിനകത്ത് നമ്മൾ ഗരം മസാല, മീറ്റ് മസാല എല്ലാം മിക്സ് ചെയ്യുന്നത്. അതിന് മിക്സ് ചെയ്യാനുള്ള കാര്യം അവരിപ്പോൾ എടുക്കുന്നേ ഉള്ളൂ. നമുക്കത് കഴിയുമ്പോൾ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ കണ്ടത് പ്രൊഡക്ഷൻ ഏരിയയാണ്. ഇനി നമുക്ക് പാക്കിംഗ് ഏരിയയിലേക്ക് പോകാം.
ഇതാണ് നമ്മുടെ പാക്കിംഗ് ഏരിയ. ഇവിടെ നമ്മൾ പൊടികൾ അതുപോലെ തന്നെയുള്ള മസാല ഐറ്റംസ് അങ്ങനെയെല്ലാം പാക്ക് ചെയ്യുന്ന ഏരിയ ആണ്. അപ്പോൾ നമ്മൾ താഴെ കണ്ട പ്രൊഡക്ഷൻ യൂണിറ്റിൽ പൊടിച്ചെടുത്ത വറുത്തെടുത്ത ഐറ്റംസാണ് ഇരിക്കുന്നതെല്ലാം. പുട്ടുപൊടി സെക്ഷനാണിത്. പുഞ്ചപ്പുട്ട്, വീറ്റുപുട്ട്, അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, മൾട്ടി ഗ്രെയിൻ പുട്ടുപൊടി, റാഗി പുട്ടുപൊടി, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്കിവിടെ ലഭ്യമാണ്. അതോടൊപ്പം ഗോതമ്പ് പൊടിയുണ്ട്, അരിപ്പൊടി, ഗോതമ്പ് നുറുക്ക്, സൂചി വീറ്റ് കട്ടിങ്, കടലമാവ് പൊടിച്ചത്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. കടലമാവ് നമുക്ക് 1/2 കിലോയുടെ പാക്കറ്റ്, അതുപോലെ തന്നെ 1/4 കിലോയുടെ പാക്കറ്റ്. ഇത് നമ്മുടെ ഇവിടെ തന്നെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ്. ഇത് 500 ml, 1 ലിറ്റർ, 2 കിലോ, 5 കിലോ ജാറുകളിൽ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് നമുക്ക് ഇവിടെ വെന്ത വെളിച്ചെണ്ണയുണ്ട്. വെർജിൻ കോക്കനട്ട് ഓയിൽ 500 ml, 200 ml, 100 ml, അങ്ങനെ ഗ്രാമിലും. പിന്നെ അതുപോലെ തന്നെ നല്ലെണ്ണയും ഇതേ അളവുകളിൽ ഇവിടെ ലഭ്യമാണ്. റെഡി ടു കുക്ക് മാതൃകയിലുള്ള വെജിറ്റബിൾ കട്ടിങ്സ് ആണ് ഇവിടെ ഉള്ളത്. സാമ്പാർ കട്ടിംഗ് ഉണ്ട്, അവിയൽ കട്ടിംഗ് ഉണ്ട്, തോരനുണ്ട്, മെഴുക്കുരട്ടി ഉണ്ട്. അതുപോലെ തേങ്ങ ചിരകി വെച്ചിരിക്കുന്ന 250 ഗ്രാമിൻ്റെ ബോക്സാണിത്. അതുപോലെ ബീഫ് ഇടിയിറച്ചിയുണ്ട്, ചിക്കൻ ഇടിയിറച്ചിയുണ്ട്. കൂർക്ക തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. 500 ഗ്രാമിൻ്റെ പാക്കറ്റാണിത്. പിന്നെ നമ്മൾ മെയിനായിട്ട് കിച്ചണിൽ ഉണ്ടാക്കുന്ന ഐറ്റംസാണ് ഈ അച്ചാറുകളെല്ലാം. നമുക്കിവിടെ 13 തരം അച്ചാറുണ്ട്. വെജിറ്റബിൾ അച്ചാറുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചിക്കന്, ബീഫ്, മീൻ അച്ചാറുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. മീൻ അച്ചാറുണ്ട്, ബീഫുണ്ട്, എല്ലാം 1/2 കിലോ, 1/4 കിലോ പാക്കറ്റുകളിൽ അവൈലബിൾ ആണ്. നമുക്ക് പിന്നെ അല്ലാതെ ഗ്രോസറി ഐറ്റംസായിട്ട് വരുന്ന ഐറ്റംസാണ് ഇരിക്കുന്നതൊക്കെ. ജീരകം, പെരുജീരകം, അതുപോലെ തന്നെ നിലക്കടല, പൊട്ടുകടല, കടലപ്പരിപ്പ്, അങ്ങനെയെല്ലാം നമുക്ക് ലൂസ് ഐറ്റമായിട്ട് ഇവിടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആണ്. നമ്മുടെ ഇവിടുത്തെ സ്നാക്സ് ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മളിവിടെ തന്നെ നിർമ്മിക്കുന്ന വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ ശർക്കര വരട്ടി, ഉപ്പേരി എന്ന് പറയുന്നത് സീസണബിൾ അല്ല, നമുക്ക് സ്റ്റോറിൽ എല്ലാ ദിവസവും വന്നാൽ അവൈലബിൾ ആണ്. ഓണത്തിന് മാത്രമല്ല 365 ദിവസം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ശർക്കര വരട്ടി, ഉപ്പേരി എന്നിവയെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ പുതിയതായിട്ട് ആഡ് ചെയ്ത സെക്ഷനാണ്. റോസ്റ്റഡ് കാഷ്യൂനട്ട്സ് ആണ് വരുന്നത്. 13 ഫ്ലേവർ ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്, നമ്മളിവിടെ മാർക്കറ്റ് ചെയ്യുന്നത് മാത്രം. ചീസ് ഫ്ലേവർ, ബട്ടർ പെപ്പർ, മലബാർ ചില്ലി, ടൊമാറ്റോ ചില്ലി, അങ്ങനെ ഹണി, ഇതിന് മധുരമാണ് ഇതിൻ്റെ ഫ്ലേവറിനെ കുറിച്ച് പറഞ്ഞാൽ. അങ്ങനെ 13 ഫ്ലേവർ ഐറ്റം നമുക്കിവിടെ ലഭ്യമാണ്. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പുതിയൊരു പ്രൊഡക്റ്റാണ് നാടൻ കുത്തരി. ഇതുപോലെ തവിട് കൂടിയ കുത്തരിയാണുള്ളത്. അത് 5 കിലോ പാക്കിലും 10 കിലോ പാക്കിലും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ലൂസായിട്ട് ഇവിടെ കൊടുക്കും. അതുപോലെ നമുക്കിവിടെ ലൂസ് ക്വാണ്ടിറ്റിയിൽ മുളകുകൾ അവൈലബിൾ ആണ്. പിരിയൻ മുളക്, റാലിസ്, അതുപോലെ തന്നെ സാധാ മുളകുണ്ട്. നമുക്ക് കസ്റ്റമേഴ്സിന് ഇഷ്ടാനുസരണം മിക്സ് ചെയ്ത് പൊടിക്കാനുള്ളൊരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എരിവ് കുറഞ്ഞത്, എരിവ് കൂടിയ മുളക് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇത് നമ്മൾ മുമ്പ് വെജിറ്റബിൾ ഐറ്റംസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ നോൺ വെജ് ഐറ്റംസാണ്. മീൻ മസാല വരട്ടിയതാണുള്ളത്. അതുപോലെ തന്നെ ചിക്കൻ മസാല വരട്ടിയതുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, കക്ക ഫ്രൈ ഉണ്ട്. ഇത് നമ്മൾ ഡെയിലി റേറ്റ്സിൽ കിലോഗ്രാമിലും അതുപോലെ തന്നെ നമ്പേഴ്സിലും നമ്മൾ തൂക്കി ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. എൻ്റെ പേര് അജിത് കുമാർ. ഞാൻ കോട്ടയം ജില്ലയിൽ കൊടുങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ബിസിനസ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യമായിട്ട് അച്ഛനായിട്ട് തുടങ്ങിയ പ്രസ്ഥാനമായിരുന്നു. അത് കൊടുങ്ങൂർ ജംഗ്ഷനിലായിരുന്നു. അതിനുശേഷം 1972 അച്ഛനായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനുശേഷം ഞാൻ 2012 ഇപ്പം ഞങ്ങളുടെ മില്ലിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പിന്നെ PMEG സ്കീം പ്രകാരം പുതിയൊരു ലോണൊക്കെ എടുത്ത് പുതിയ കുറച്ച് മെഷീനറികളൊക്കെ ആഡ് ചെയ്ത് ഞങ്ങൾ പുതിയ രീതിയിലേക്ക് വന്നതാണ്. അപ്പോൾ ആദ്യ സമയങ്ങളിൽ നമുക്ക് എണ്ണയാട്ടുന്ന പരിപാടികൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ജോബ് വർക്കുകൾ മാത്രമായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് ആൾക്കാരുടെ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ മാറുന്നത് നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറണം എന്നുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ട്
പുതിയ പുതിയ പ്രോഡക്റ്റുകൾ, അതായത് ആൾക്കാർക്ക് ഇന്ന് വീടുകളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടെത്തിച്ച് പൊടിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ അവർക്ക് ആവശ്യമുള്ള അവരാഗ്രഹിക്കുന്ന ഗുണമേന്മയിൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പടിപടിയായിട്ട് ഓരോ ഘട്ടങ്ങളിൽ നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശമാണെങ്കിൽ പോലും വളരെ നല്ല പ്രോഡക്റ്റുകൾ നമ്മൾ ഗുണമേന്മയുള്ള പ്രോഡക്റ്റുകൾ കൊടുക്കുന്നുണ്ട്. വളരെ നല്ലൊരു കസ്റ്റമർ ഫീഡ്ബാക്കോട് കൂടി നമുക്ക് വളരെ കാലഘട്ടങ്ങളായിട്ട് വളരെ അധികം പ്രോഡക്റ്റുകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോരോ പ്രോഡക്റ്റുകളിൽ നിന്ന് ആഡ് ചെയ്ത് ഇപ്പോൾ 160ഓളം പ്രോഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങൂർ മണിമല റോഡിൽ വാഴൂർ ഗവൺമെൻറ് ഹൈസ്കൂളിന് സമീപത്താണ്. നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ ഈ യൂണിറ്റ് സന്ദർശിക്കുകയും ഞങ്ങളുടെ സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഒരു കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കും, ഏറ്റവും ഗുണമേന്മയുള്ള പ്രോഡക്റ്റുകളും അതും പ്രിസർവേറ്റീവ്സ് കെമിക്കൽസും ആഡ് ചെയ്യാതെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കണമെന്നുള്ള ഒരു വളരെ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളിത് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ വീഡിയോയും പോലെ തന്നെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു സംരംഭത്തിലായിരുന്നു, വിക്ടറി ഓയിൽ മിൽ അല്ലേ? ഓക്കെ. നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് പക്ഷേ ഗ്രീൻ ലീഫ് എന്ന് ബ്രാൻഡ്. അപ്പം നിരവധിയായ പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ കണ്ടു. 160ഓളം പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഫാദറായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അതിനെ മൂല്യം കൂട്ടി ഇന്നും ആളുകൾക്കിടയിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാൾ കുറേ ആയില്ലേ, വർഷം ഇപ്പോൾ ഞാൻ തന്നെ 14 വർഷത്തോളം അതിന് മുമ്പ് ഫാദറും ചെയ്തിട്ടുണ്ട്. ഇന്നും ഇവിടുത്തെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിരം കസ്റ്റമേഴ്സാണ്. ഈ ലൊക്കാലിറ്റിയിലുള്ള കസ്റ്റമേഴ്സ് എന്നും ഇവിടെ ആശ്രയിക്കാറുണ്ട് നല്ല ഭക്ഷണത്തിന് വേണ്ടി. എന്നും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം, അതും രാസവസ്തുക്കൾ അല്ലെങ്കിൽ കെമിക്കൽസ് ആഡ് ചെയ്യാത്ത ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നത്തിനൊരു പരിഹാരമാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഈ സംരംഭം. അപ്പോൾ എല്ലാവിധ ആശംസകളും വിക്ടറി ഓയിൽ മിൽസിനും ചേർന്ന് നേരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ആളുകളിലേക്ക് നല്ല ഭക്ഷണം എത്തട്ടെ, ആരോഗ്യകരമായ ഒരു ജീവിതം എല്ലാവർക്കും നയിക്കാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എൻ്റെ വിജയം എന്ന് പറയുന്നത് എൻ്റെ കസ്റ്റമേഴ്സും അതിൻ്റെ ഒപ്പം എൻ്റെ കൂടെ ഞാനൊരിക്കലും ഓരോ വർക്കേഴ്സ് എന്ന് പറയില്ല, എൻ്റെ സഹപ്രവർത്തകർ എന്ന് മാത്രമേ പറയാം. അവരുമാണ് എൻ്റെ വിജയത്തിന്. അതെ തീർച്ചയായിട്ടും. നമ്മളിവിടെ വന്നപ്പോഴാണെങ്കിലും ചേട്ടൻ ഇവിടെ അവരുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പം ഒരു മുതലാളി തൊഴിലാളി അങ്ങനെയുള്ളൊരു ഇതില്ല, ഒരു ടീമാണ്. ഒരു ടീമാണ്. ആ ടീം വർക്കാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ടീമിനും എല്ലാവർക്കും ഒരിക്കൽ കൂടെ ആശംസ നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ സംരംഭം ഇനിയും കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ വഴിയും അല്ലാതെയും എല്ലാം എത്തട്ടെ. അതോടൊപ്പം തന്നെ ഇനിയും പ്രൊഡക്റ്റുകൾ, നല്ല പ്രൊഡക്റ്റുകൾ ഈ സംരംഭത്തിൽ നിന്ന് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുന്നു. മറ്റൊരു വീഡിയോ നമ്മുടെ നാട്ടിലെ ഇതുപോലെ മറ്റൊരു സംരംഭമായി വരുന്നവരെ നന്ദി.